നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗത്തെ കൊണ്ടുവരികയാ. അവരുടെ നാക്കുകൾ രണ്ടായി മുറിച്ചിരിക്കുകയാണ്, അവരുടെ നാവുകൾ രണ്ടായി കീറിയിട്ട് റബ്ബേ അവരുടെ കാലിന്റെ വിരലുകളിൽ അവരുടെ നാവുകൾ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. നരകത്തിന്റെ തീയാലുള്ള നാവ്, നരകത്തിന്റെ തീയാലുള്ള നാവ്, ഇങ്ങനെ ഒരു വിഭാഗം പുഴുത്തു നാറിയിട്ട് നാളെ പരലോകത്തേക്ക് കടന്നു വരികയാ. എല്ലാവരും അവരെ കാണുമ്പോ അവിടെ നിന്ന് മുഖം തിരിക്കുകയാണ്, ഓടി ഒളിക്കുകയാണ്. നരകത്തിന്റെ തീയാൽ നാവുകളിൽ നിന്ന് തീ കാരണം അവരുടെ മുഖത്തെ മാംസങ്ങൾ പോലും ഒഴുകുകയാ. ഇങ്ങനെ ഒരു വിഭാഗം നാളെ പരലോകത്ത് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാണ് നബിയേ, അവരാരാണ് നബിയേ, ആരാണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ദുൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ. ഇവിടെ കൂടുമ്പോ അവന്റെ കൂടെ, തിരിഞ്ഞു കഴിയുമ്പോ മറ്റുള്ളവന്റെ കൂടെ, പരസ്പരം തമ്മിലടിക്കുന്നവർ, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവർ, പരദൂഷണവും ഏഷണിയുമായി നടക്കുന്നവർ, കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കുന്നവർ, പടച്ചവനെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, അവനാണ് പരലോകത്തില് മൂന്നാമത്തെ നശിച്ചവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ വിഭാഗം ഇമാമിനെ കാണുമ്പോൾ പറയും, ഉസ്താദ് ഞാൻ നിങ്ങളുടെ കൂടെയാണ്. കമ്മിറ്റിക്കാരനെ കാണുമ്പോൾ പറയും അവന്റെ കൂടെയാണ്. അങ്ങോട്ട് മാറുമ്പോൾ പറയും അവന്റെ കൂടെയാ. പരസ്പരം തമ്മിലടിപ്പിക്കുന്നവൻ, ശവന്തിന്യ ഉറുമ്പുകളെ പോലെ ചില രക്തം കുടിക്കുന്ന ജീവികളുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുക, അവരെ പോലും തമ്മിലടിപ്പിക്കണവരില്ലേ? കൂട്ടുകാരെയും കൂടപ്പറപ്പുകളെ പോലും പിരിപ്പിക്കുന്നവന്മാരില്ലേ? അവിടെ ഇവിടെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് തമ്മിലിടിപ്പിക്കുക, എന്നിട്ട് രസിക്കുക. രണ്ട് മുഖമുള്ളവൻ, പച്ച മലയാളത്തിൽ വേറെ വാക്ക് പറയും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ ആ വാക്ക്. ഇവിടെ രണ്ടുപേരെ, രണ്ട് കൂട്ടുകാരെ എടോ നമ്മൾ ചിന്തിക്കടോ, എന്തിനാ ഈ വൈരാഗ്യം, ഏഷണിയും പരദൂഷണവും കൊണ്ട് എന്ത് നേട്ടവാ നിനക്ക്? അവിടെ ഇവിടെയും കൂടിയിട്ട് പടക്കത്തിന് തീ കൊടുത്തിട്ട് നടക്ക, രസിക്കുകയാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെ രക്ഷപ്പെടും സഹോദര, എങ്ങനെ രക്ഷപ്പെടും? ചില സമയങ്ങളിൽ കള്ളം പറയാൻ പറ്റുമെന്ന, കള്ളം പറയാൻ പാടുണ്ടോ? തമാശയ്ക്ക് പോലും കള്ളം പറയാൻ പാടില്ലെന്ന് നബിയിന റസൂലുള്ളാഹി, നബിയിന റസൂലുള്ളാഹി. താത്തമാരൊക്കെ കേക്ക്, നബിതങ്ങൾ ഒരു വീട്ടിലേക്ക് കടന്നുപോയി. ഉമ്മു സലമയാണെന്ന് തോന്നുന്നു, റളിയല്ലാഹു തആല അൻഹ, മഹദിയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. വീട്ടിൽ കയറി ചെന്നപ്പോ വീടിന്റെ പുറത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന മകനെ വിളിച്ചു, മകനെ ഇങ്ങ് വാ, നിനക്കൊരു സാധനം തരാം, ഒരു സാധനം തരാമെന്ന് പറഞ്ഞ് ഉമ്മ വിളിച്ചു. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, എന്തെങ്കിലും കൊടുക്കുവോ, നീ എന്തെങ്കിലും കൊടുക്കുവോ? അപ്പൊ ഉമ്മ പറഞ്ഞു, നബിയെ കാരക്ക, ഇത്തിരി ഒരു കാരക്കയുണ്ട്, അതിന്റെ പകുതി കൊടുക്കാമെന്ന്. ഞാൻ ഇത്രയേ ഉള്ളൂ. നബിതങ്ങൾ പറഞ്ഞു, നീ അവനെ പറ്റിച്ചാൽ, കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ മകനെ പറ്റിച്ചാൽ നീ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഈ താത്താമാര് ചോറുണ്ണാത്ത മക്കളെ വീടിന്റെ പുറത്ത് കൊണ്ടുപോയിട്ട് പറയും, ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ പിടിച്ചു തരാൻ തിന്നടാ മോനേന്ന്. നീ എവിടുന്ന് പിടിച്ചു കൊടുക്കും താത്ത? ആലോചിക്ക്. അത് കാണിച്ച് ശൈത്താനെ കാണിച്ചു തരാൻ ഇങ്ങനെ പറയാൻ പാടില്ല എന്നാ. നിന്റെ മൊബൈല് കിട്ടാൻ വേണ്ടി പറയാം, ഐസ്ക്രീം പഠിച്ചുതരാം, അത് പഠിച്ചുതരാം, ഇത് പഠിച്ചുതരാം, ഒന്നും പഠിച്ചു കൊടുക്കത്തില്ല. കള്ളം പറഞ്ഞു പറഞ്ഞു കൂട്ടുക. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. വാപ്പ പറയും, പള്ളിയിൽ നിന്ന് പിരിവിന് വന്നിട്ടുണ്ട് മോനെ, ഞാൻ ഇല്ലെന്ന് പറയാൻ. വാപ്പ വീട്ടിൽ ഇരുന്നിട്ട് മോനോട് പറയാം ഇല്ലെന്ന് പറയാൻ. പെണ്ണുമ്പിള്ള പറയും വാപ്പ ഉറങ്ങുവാന്ന് പറയാൻ. കള്ളം പറയാൻ പഠിപ്പിക്കണ ആരാ? ഇവര് തന്നെ. ജീവനോടെ ഇരിക്കുന്ന അടുത്ത് അപ്പഴാ ഫോൺ അടിക്കുന്ന, ഉറങ്ങുവാന്ന് പറയാൻ. മോനെ മടിയിലിരുത്തി കളിച്ചോണ്ടിരിക്കുക, അപ്പഴാ ഫോൺ അടിക്കുന്നു, എടുത്തിട്ട് പറ ഉറങ്ങുവാന്ന്. പിരിവുകാർ വല്ലതും വന്ന ഞാൻ ഇവിടെ ഇല്ല, മരിച്ചുപോയി, കട്ടിലിനടിയിരിക്കുവാന്ന്. എന്നിട്ട് മക്കളെ കള്ളം പറയാൻ പഠിപ്പിക്കുന്നത് ഇവരാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ കണ്ടല്ലേ നമ്മുടെ മക്കൾ പഠിക്കണേ? നമ്മളെ കണ്ടാടോ നമ്മുടെ മക്കൾ പഠിക്കുന്നേ? എന്ത് ചിന്തിക്കാത്തത്? നമ്മളാ നമ്മുടെ മക്കളെ ഈ മോശമായ സ്വഭാവം പഠിപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ 3 സമയത്ത് കള്ളം പറയാം. 3 സമയങ്ങളിൽ നിങ്ങൾ പറ, 3 സമയങ്ങളിൽ
കള്ളം പറയാം. എപ്പോഴൊക്കെയാ? ചുമ്മാ നടക്കാതെ പഠിക്കും മനുഷ്യന്മാർ. എപ്പോഴൊക്കെയാ? ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിരിക്കാം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിരിക്കാം. അപ്പോൾ ഒരാൾ പോയിട്ട് ഭർത്താവിനോട് പറയാ, എടാ സിറാജ്, നിന്റെ ഭാര്യ ആയിഷ എപ്പോ നോക്കിയാലും നിന്നെ കുറിച്ചാടാ ചോദിക്കണേ. കാണുമ്പോ ചുമ്മാതെ ചോദിക്കുന്നൊന്നുമില്ല, സത്യത്തിൽ അവള് ചോദിക്കുന്നൊന്നുമില്ല. എന്നാലും ഭാര്യ എടുത്ത് പോയിട്ട് പറയാ, നിന്റെ ഭർത്താവ് എപ്പോ കണ്ടാലും നിന്നെ കുറിച്ച് ചോദിക്കും, നീ എന്തിനാ പിണങ്ങി നിൽക്കണം, പോയി ജീവിച്ചൂടെ. അപ്പുറത്ത് പോയിട്ട് പറയും, എപ്പോ നോക്കിയാലും ചുമ്മാതെ. ഇവരെ പരസ്പരം ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ പറയാന്ന. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യണ എന്താ? ഇല്ലാത്തത് പറഞ്ഞിട്ട് രണ്ട് തട്ടാക്കും. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടെ ഇരിക്കുന്ന രണ്ടിനെയും രണ്ട് വശത്താക്കും. ഇതാ നമ്മുടെ സ്വഭാവം. ഇങ്ങനെയുള്ള മസ്ലഹത്തിന്റെ വിഷയങ്ങൾ വരുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമെന്ന് ഭാര്യയോട് പറയാൻ പറ്റുന്നൊരു സമയമുണ്ടോ? എപ്പോഴാ? പറഞ്ഞുതരട്ടെ. നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഭാര്യയോട് പറയാൻ പറ്റുന്നൊരു സമയമുണ്ട്. എപ്പോഴാന്ന് പറഞ്ഞുതരട്ടെ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു അവസരം പറഞ്ഞു തരട്ടെ. പെണ്ണുങ്ങൾ നബി സല്ലല്ലാഹു ഈ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന ഭാര്യമാരില്ലേ? ഇല്ലേ? എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? തെളിവ് വേണ്ടേ? ഹാപ്പി ആയില്ലേ? ഞാൻ പറഞ്ഞുതരാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഇന്നത്തോടുകൂടി തീരുമാനമാകും കേട്ടാ. പോക്കറ്റിന് പൈസ വെക്കണ്ടാട്ടാ. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നു. ഹിന്ദ് അബൂ സുഫിയാന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മുസ്ലിമായി. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നത് ഹിന്ദ. വഹ്ശിയുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള കാരണം ഹിന്ദ്. ആ ഹിന്ദ് മുസ്ലിമായി. എന്നിട്ട് നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എൻ്റെ ഭർത്താവ് എനിക്ക് ചെലവിനൊന്നും തരുന്നില്ല, ഞാൻ കാശ് എടുക്കാറുണ്ട്, എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്റെ ഭർത്താവ് ചെലവിനൊന്നും തരുന്നില്ല. മസല കേട്ടോണം കേട്ടാ. ഭർത്താവ് ചെലവിനൊന്നും തരുന്നില്ല, തിരിഞ്ഞുപോലും നോക്കണില്ല. നാട്ടുകാരുടെ മുന്നിലൊക്കെ വലിയ ആളാ, പക്ഷെ എന്താ ഒന്നും തരണില്ല നബിയെ. ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്, അനുവാദം ഉണ്ടോ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുത്തോളാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞേ? അടങ്കലോടെ ഓരിയേക്കില്ലട്ടാ. ഭർത്താവ് തരുന്നില്ലെങ്കിൽ നിനക്ക് ഭക്ഷണം മേടിച്ചു തരുന്നില്ല, വസ്ത്രം വാങ്ങിച്ചു തരുന്നില്ല, നിന്റെ ആവശ്യങ്ങൾക്കുള്ളതൊന്നും തരുന്നില്ല, അങ്ങനെ വരുന്ന അതാ മനസ്സിലായിക്കോ. ഇപ്പൊ ഹിന്ദ് റളിയല്ലാഹു തആല ചോദിച്ചോ പറഞ്ഞു, ആവശ്യമുള്ളത് നിനക്ക് ഭക്ഷണത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ആവശ്യമുള്ളത് എടുത്തുള്ളാനാ പറഞ്ഞ. എന്നും പറഞ്ഞുകൊണ്ട് പോയി പോക്കറ്റ് കൈയിടണ്ടാട്ടാ, കുടുംബകലഹം ഉണ്ടാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, രണ്ട് മുഖമുള്ള സ്വഭാവം നല്ലതല്ല. പള്ളി വരും നിസ്കരിക്കാൻ പാവം വാപ്പമാര്. ചില ആൾക്കാർ കഷ്ടപ്പെട്ട് പള്ളി വരും, നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പടി വന്നിരിക്കും ഇങ്ങനെ കുറച്ചു നേരം. എന്നിട്ട് പറയും, ഓ അവൻ അങ്ങനാടാ, ഇവൻ അങ്ങനാടാ. ആ നിസ്കരിച്ച പ്രതിഫലം മൊത്തം അപ്പൊ തന്നെ വിഹിതം വെക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ തന്നെ അങ്ങ് തീർത്ത് ആ ചെയ്ത നന്മ മുഴുവനും. വാട്സപ്പിൽ ഒരു വാർത്ത കണ്ടു, കാള പെറ്റു. അറിയുന്ന ഗ്രൂപ്പിൽ മൊത്തം ഷെയർ ചെയ്തു. പിന്നെ ചിന്തിക്കണം, അല്ല കാള പ്രസവിക്കില്ലല്ലോ. നമ്മുടെ അവസ്ഥ ഇതാ. ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാ കൺഫേം ചെയ്യ്. നീ ഏതൊരു വിഷയത്തിലും നീ കൺഫേം, നിന്റെ കണ്ണുകൊണ്ട് കാണണം. ചുമ്മാതെ ആരെങ്കിലും പറയണ കേട്ടിട്ട് കൂടരുത്. അവനെ കാണുമ്പോ തന്നെ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, രക്ഷപ്പെട്ടേക്കണം. അല്ലാഹുവിന്റെ ഖുർആൻ, യാ അയ്യുഹല്ലദീന ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അള്ളാന്റെ ഖുർആൻ പറയാ, ചിലപ്പോ താടി കാണും, ചിലപ്പോ വഅദ് പറയുന്നവനാകും, ചിലപ്പോ പള്ളിയിലെ ഇമാമാവും, ചിലപ്പോ കമ്മിറ്റിക്കാരനാകും, ചിലപ്പോ ഹജ്ജിയുടെ ഹാജിയാരായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ. ഒരു വൃത്തികെട്ടവൻ, ഒരു ഫാസിഖ് നിന്റെ അടുക്കൽ വന്ന് ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാ മോനെ വിശ്വസിക്കല്ലേടാ, ആരോടും പറയല്ലേടാ. അല്ലാഹു പറയുകയാ, ഇൻ ജാഅകുൻ ഫാസിഖുൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ.
എടാ പാവപ്പെട്ടവനെ നാണം കെടുത്തിയിട്ട് അവസാനം പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ കൺഫേം ചെയ്യണം ഏതു വിഷയവും. ഒരു ചരിത്രം പറയാം. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരികയാ. ഇത്തിരി താമസിച്ചാ വന്നേ. ഉമർ തങ്ങളെ രാജ്യം ഭരിക്കുന്നേ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ നടന്നു വരുമ്പോ തലയിൽ തുണിയിട്ടിട്ട് ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നു. തലയിൽ തുണിയിട്ടിട്ട് ഒരാൾ രാത്രി ഇങ്ങനെ ഒളിച്ചൊളിച്ചു പോകുന്നു. ആ നടത്ത കണ്ടപ്പോ തന്നെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മനസ്സിലായി ഇതെന്തോ തരികിട പരിപാടിയാ. എടാ ഉമർ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഇവൻ എവിടെ പോകുന്നു? രാത്രിയിൽ ഒന്ന് പിടിക്കണമല്ലോ. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. ഈ മനുഷ്യൻ തലയിൽ തുണിയിട്ട് ഒളിച്ചൊളിച്ച് ഇങ്ങനെ പോയി. ആരുമില്ലാതെ ഒഴിഞ്ഞ ഒരു ഭാഗത്തൊരു വീട് കണ്ടു. ആ വീടിന്റെ മുന്നിൽ പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. ഇവനെ പിടിക്കണം, ആരാ ഇവനെ പൊക്കണം. പടച്ചോനെ, അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ പതുങ്ങി പുറകിൽ പോയി നോക്കുമ്പോ ഒരു വീടിന്റെ മുന്നിൽ പോയിട്ട് അനുവാദം ചോദിക്കാതെ അകത്ത് കയറുക. അനുവാദം പോലും ചോദിക്കുന്നില്ല. രാത്രിയിൽ അനുവാദം ചോദിക്കാതെ വീടിനകത്തേക്ക് കയറുമ്പോ വീടിന്റെ വാതിൽ തുറന്നപ്പോൾ ആ വീടിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ അബൂ തൽഹ കണ്ടു. ആരാന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ തലയിൽ തുണിയിട്ടുകൊണ്ട് പാതിരാത്രിയിൽ ഒരു വീട്ടിനകത്തേക്ക് കയറിപ്പോകുന്ന രംഗം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറത്ത് നോക്കി നിന്നു. പുറത്തിങ്ങനെ നോക്കി നിന്നു. ആരെയും വിളിച്ചില്ല. നമ്മളാണെങ്കിൽ പടച്ചോനെ തെങ്ങി കെട്ടിയിടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ പഞ്ചായത്ത് മുഴുവൻ അറിയും. നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരുത്തനൊരു പെണ്ണിന്റെ വീട്ടിൽ കയറുന്നത് കണ്ടാൽ തന്നെ പോയി പിന്നെ പഞ്ചായത്ത് മുഴുവനും മൈക്ക് കെട്ടി വിളിച്ചു പറയും. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മിണ്ടാതെ നിന്നു. ചിന്തിച്ചു, അല്ലാഹ്, ഉമറിന്റെ ഹൃദയത്തിൽ കയറിയ പെണ്ണാരാ? അല്ലാഹ്, ഈ ഉമറിനെ മയക്കി കളഞ്ഞ പെണ്ണാരാ? അബൂ തൽഹ റളിയല്ലാഹു തആല വീടിന്റെ പുറത്ത് കാത്തു നിന്നു. ഇറങ്ങി വരുന്നില്ല. ഒരുപാട് നേരം നിന്നിട്ട് അവസാനം ആ വീട് തിരിച്ചറിയാൻ ഒരടയാളം വെച്ചിട്ട് വീട്ടിൽ പോയി. ഒരടയാളം വെച്ച വീട് തിരിച്ചറിയാൻ. എന്നിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറക്കം വരുന്നില്ല. അവസാനം എപ്പോഴോ ഉറങ്ങി. അബൂ തൽഹ റളിയല്ലാഹു തആല സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുമ്പോ ഇന്നലെ രാത്രി ഒരു വീടിനകത്ത് ഒളിച്ചു കയറിയ ആളാ ഇമാമ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി പതുങ്ങി ഒരു വീടിനകത്ത് കയറിയ മനുഷ്യനാ ഇമാമത്ത് നിൽക്കുന്നത്. അബൂ തൽഹ റളിയല്ലാഹു തആല നിസ്കാരം പോലും പടച്ചോന് മനസ്സിൽ വലിയ വിഷമം. സലാം വീട്ടി. ഖലീഫയോട് ചോദിക്കാൻ പറ്റൂല. നേരെ ഇറങ്ങിയിട്ട് അടയാളം വെച്ച വീട്ടിൽ പോയി. അടയാളം വെച്ച വീട് കണ്ടുപിടിച്ചു. ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. വീടിനകത്ത് നിന്ന് സലാം അടക്കിയതൊരു പെണ്ണായിരുന്നു. അപ്പൊ കൺഫേം, ആ വീടിനകത്ത് നിന്ന് സലാം അടക്കിയതൊരു പെണ്ണിന്റെ ശബ്ദം. അനുവാദം ചോദിച്ചു, കേറി വരട്ടെ. അനുവാദം കൊടുത്തു. പെണ്ണാണ് സംസാരിക്കുന്നത്. എന്നിട്ടും അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഉറപ്പിക്കണം. വീടിനകത്ത് കയറി ചെന്ന് നോക്കുമ്പോ കാണുന്നത് ആരെയാ? ഒരു പടുവൃദ്ധയായ ഉമ്മ. കണ്ണിന് കാഴ്ചയില്ലാത്തൊരു സാധുവായ ഉമ്മ. പല്ലില്ല, ഒന്നുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെന്ന വീട് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉമ്മ, ഇന്നലെ രാത്രി ഇവിടെ ഒരു മനുഷ്യൻ വന്നല്ലോ, എന്തിനാ വന്നേ? അവിടെ നിന്ന് പറഞ്ഞു, മോനെ, എല്ലാ ദിവസവും രാത്രി വരും, എൻ്റെ കാഷ്ടം വാരും, എൻ്റെ മൂത്രം കഴുകും, എൻ്റെ തുണി കഴുകും, എന്നെ കുളിപ്പിക്കും, എന്നിട്ട് വീടിനകത്തിരുന്ന് ഭക്ഷണമുണ്ടാക്കും, എന്നിട്ട് എനിക്ക് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം ആ മോൻ തന്നെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും. എല്ലാ രാത്രിയിലും വന്ന് എന്നെ ഇങ്ങനെ കുളിപ്പിക്കാറുണ്ട്, എന്നെ വൃത്തിയാക്കാറുണ്ട്. ആരാണെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതുവരെ പറഞ്ഞിട്ടില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഉമ്മാ, അതാരാണെന്നറിയോ? അറിയില്ല മോനെ, ഒരുപാട് നാളുകൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, ആരാണെന്ന് പറയുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ, അതാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഓടി പള്ളിയിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക് ഓടി ഉമർ തങ്ങളുടെ കാലിൽ ചെന്ന് വീണു. ഉമർ തങ്ങളുടെ കാലിൽ ചെന്ന് വീണിട്ട് പറഞ്ഞു, ഉമറേ, ഞാൻ എൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു പോയി, എനിക്ക് പൊരുത്തപ്പെടണേ. മനസ്സിൽ ചിന്തിച്ചതുപോലെ ഉമർ തങ്ങൾ ഇതൊന്നും പറഞ്ഞില്ല.
എന്നിട്ട് പോലും ഓടിച്ചെന്ന് പൊരുത്തം ചോദിച്ചു. റബ്ബേ എനിക്ക് പൊരുത്തപ്പെട്ടതാ, ഞാൻ ചിന്തിച്ചു പോയി. നമ്മളോ സഹോദര ആരെയെല്ലാം കുറിച്ച് എന്തൊക്കെ പറയുന്നടോ. ജീവനോടെ കത്തിക്കുന്ന കാര്യമല്ലേ. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന്റെ വിലയറിയുവോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തെ നോക്കിയിട്ട് പറഞ്ഞു, കഅബ നിനക്കെന്ത് സുഗന്ധമാ, നീ എത്ര വലിയ ഭാഗ്യവാനാ, നിനക്ക് വലിയ മഹത്വമുണ്ടല്ലോ, സ്വർഗത്തിൽ നിന്നുകൊണ്ടുവന്ന കല്ലുകൊണ്ട് നിന്നെ അള്ളാഹു അലങ്കരിച്ചിട്ടുണ്ടല്ലോ. കഅബാലയത്തിനെ നോക്കിയിട്ട് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവസാനം പറഞ്ഞു കഅബാലയത്തിനോട്, ഒരു മുസ്ലിമിന്റെ ഇസ്സത്തിന് നിന്നെക്കാളും വിലയുണ്ടെന്ന് മഹാനായ നബിയന റസൂലുള്ളാഹി. പള്ളിയിലെ ഖതീബിനെ നാണം കെടുത്തുന്നവരില്ലേ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ നാണം കെടുത്തുന്നവരില്ലേ, നാട്ടിൽ അള്ളാനെ പേടിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ നാണം കെടുത്തുന്നവരില്ലേ. അള്ളാന്റെ റസൂല് പറയുന്നു, കഅബയ്ക്ക് അള്ളാഹുടെ മുന്നിലുള്ളതിനേക്കാളും സ്ഥാനമുണ്ടോ ഒരു മുസ്ലിമിന്റെ ഇസ്സത്തിന്, ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന്. എടോ, ഞാൻ തെറ്റ് ചെയ്താൽ അള്ളാഹു എന്നോട് ചോദിക്കൂ, നിന്നോട് ചോദിക്കില്ല. അള്ളാഹിക്ക് വേണമെങ്കിൽ അപ്പൊ പരസ്യപ്പെടുത്താമായിരുന്നു. അള്ളാഹു മറച്ചു വെച്ചത് എന്തിന് നീ കാണിക്കുന്നു? അപ്പൊ ചോദിക്കും, ഉസ്താദ് തെറ്റ് ചെയ്താ അത് അള്ളാഹു അവരും തമ്മിൽ തീർക്കൂലേ? ഒരു മനുഷ്യന്റെ മനസ്സ് ഒരാളെ നാണം കെടുത്തരുത്, ഒരാളെ നാണം കെടുത്തുകയോ മോശമാക്കുകയോ അതിനുള്ള അധികാരം ചിലർക്ക് ഇത് നിസ്സാരം. അവിടെ ഇവിടെയും ഇരുന്ന് ഓരോന്നും പറയും. വാപ്പ, നിനക്ക് നിന്റെ അവസ്ഥ അറിയാഞ്ഞിട്ടാ, നിനക്ക് അള്ളാഹു തരുന്ന ശിക്ഷ നിനക്കറിയാഞ്ഞിട്ടാ. പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് കൂടും. ഇപ്പൊ എന്താപ്പാ തൊഴിലുറപ്പ്, അങ്ങനല്ലേ പറയാ, തൊഴിലുറപ്പ് പണിക്കൊക്കെ സുബ്ഹാനല്ലാഹ് അതിനെ പറഞ്ഞൊന്ന് ആലോചിച്ച് വയ്ക്കേ. ഈ പണിക്കൊക്കെ അങ്ങോട്ട് പോയി ഇരുന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് ഇവർ ചർച്ച ചെയ്യുന്ന അവിടെ ഇരുന്ന് എന്തെല്ലാം കാര്യങ്ങളാ റബ്ബേ, എന്തെല്ലാം കാര്യങ്ങൾ പറയുമെന്നറിയോ എൻ്റെ പൊന്നു താത്താമാരെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, കള്ളു കുടിച്ചവൻ അള്ളാഹു പുറത്തു കൊടുക്കും. കള്ളു കുടിച്ചു, റബ്ബേ എനിക്ക് പുറത്തുതാ അല്ല, ഞാൻ വ്യഭിചരിച്ചല്ല എനിക്ക് പുറത്തുതാ അല്ല, ഞാൻ പലിശ തിന്നല്ല എനിക്ക് പുറത്തുതാ അല്ല, അറിയാതെ ചെയ്തു പോയി റബ്ബേ. അല്ല കരുണയുള്ളവനെ അല്ല പുറത്തു കൊടുക്കും. പള്ളിയിലെ ഇമാമിനെ കുറ്റം പറഞ്ഞിട്ട്, പള്ളിയിലെ പ്രസിഡന്റിനെ ജീവനോട് ആ മനുഷ്യനെ നാട്ടുകാരുടെ മുന്നിൽ കളിയാക്കിയിട്ട് നീ അള്ളാനോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് നീ ആദ്യം പഠിക്ക്. എടാ, നീ മക്കത്ത് പോയി ഹജ്ജ് ചെയ്തിട്ട് ഒരു പ്രയോജനം ഇല്ല. നീ ആരുടെ മനസ്സു വേദനിപ്പിച്ചോ അവന്റെ കയ്യിൽ പിടിച്ചു പൊരുത്തം ചോദിക്കാതെ നീ അള്ളാഹുടെ സ്വർഗത്തിൽ പോകൂല. കാരണം അള്ളാഹു നീയും തമ്മിൽ ബന്ധപ്പെട്ടത് അല്ല പുറത്തു തരും. ഞാനും നീയും ഉള്ളത് നമ്മൾ തമ്മി തന്നെ തീർക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് നിസ്സാരമല്ല, അത് വളരെ നിസ്സാരമായി കാണുന്ന കാര്യമല്ല. പച്ച ഇറച്ചി തിന്നുവല്ലോ, അയൽവാസികൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് പറച്ചല. ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയോ? ഏറ്റവും വലിയ, നിങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥലമാണ്, ഞാൻ സ്ഥലം പറയണില്ല, ഈ കല്യാണം മുടക്കികളുണ്ടല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു ചെറുപ്പക്കാരൻ പോയി പെണ്ണ് കണ്ടു. പെണ്ണ് കണ്ടു കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ ഉമ്മയുടെ സഹോദരൻ, മാമ അല്ലേ, അമ്മയുടെ സഹോദരൻ ആരട്ടെ, ആ പെണ്ണിന്റെ ഉമ്മയുടെ സഹോദരൻ ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന് ബസ്സൊക്കെ ഇറങ്ങി ആദ്യം കണ്ട കടയിൽ കയറിയിട്ട് ചോദിച്ചു, വെള്ളമൊക്കെ കുടിക്കുന്നതിന്റെ ഇടയിൽ ചോദിച്ചു, മറ്റേ ചെറുപ്പക്കാരുണ്ടല്ലോ എങ്ങനെ ആളെങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ആ വാപ്പാടെ ഇറച്ചി ഞാൻ തിന്നുമല്ലേട്ടാ, പേരൊന്നും ഞാൻ പറയാത്തത് കൊണ്ടാ. ആ വാപ്പാ മനുഷ്യനോട് ചോദിച്ചു, കാക്ക എങ്ങനെയുണ്ട്, ആ ചെറുക്കൻ എങ്ങനെയുണ്ട്, ആ പയ്യൻ എങ്ങനെയുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവനെ കുറിച്ച് വല്ലതും പറഞ്ഞു തരണം. അവൻ കള്ളും കുടിച്ചിട്ട് കഞ്ചാവ് അടിക്കുന്ന അവന്റെ കൂട്ടുകാരെയും വിളിച്ചോണ്ട് വന്ന് എന്നെ ഈ കടയൊക്കെ തല്ലി പൊട്ടിക്കണം. എന്തിനാ? വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. അയാൾ എന്തൊക്കെ പറഞ്ഞു? അവൻ കള്ളു കുടിക്കും, അവന്റെ കൂട്ടുകാര് കഞ്ചാവടിക്കും, അവൻ വീട് കയറി അടിക്കുന്നവനാ. ഈ 3 കാര്യം പറഞ്ഞിട്ടാ ഇദ്ദേഹം പറയണത്, എനിക്കൊന്നും അറിയത്തില്ല, വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാൻ. നമ്മളും അങ്ങനൊക്കെ തന്നെ അല്ലേ? എല്ലാം പറഞ്ഞിട്ട് പറയും, വെറുതെ എന്തിനാ വല്ലവന്റെ മിണ്ടായിരിടി പച്ചി ഇറച്ചി തിന്നാതെ, എല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടാ പറയണേ. ഇതാ നമ്മുടെ സ്വഭാവം. നിങ്ങൾക്ക് ഞാനൊരു ചരിത്രം പറയാം, ഞാൻ നിർത്തുകയാ. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുന്നുണ്ട്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി തങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനകത്തേക്ക് കടന്നു വന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ ഉമർ നീ കരയണേ? ആരാ നിന്നെ ഉപദ്രവിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല നബിയെ, പിന്നെന്തിനാ നീ കരയുന്നേ? ഞാൻ വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്ന നബിയെ, അവന്റെ കരച്ചിൽ കണ്ടിട്ട് കരഞ്ഞതാ.
നബിതങ്ങൾക്ക് അത്ഭുതമായി ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരനാരാ? കാരണം ഉമർ വരുന്ന വഴി കൂടെ ഇബിലീസ് പോലും വരത്തില്ല, അവന് വരെ പേടിയാ. എടാ ഇബിലീസിന് പോലും പേടി, ഉമർ വരുന്ന വഴി കൂടെ പോലും വരത്തില്ലല്ലോ. അത്രയ്ക്ക് ആ ഉമറിനെ കരയിപ്പിച്ചതാരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവരാൻ, ആ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവരാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, മോനെ എന്തിനാ നീ കരയുന്നത്? എപ്പോ നോക്കിയാലും നീ വല്ലാത്ത കരച്ചിലാണല്ലോ, എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ യഥാർത്ഥ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചു നിസ്കരിച്ചു പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കി, അതാ എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാണ് നബിയേ. എന്തിനെന്നറിയോ? ആ കബറിന്റെ മുകളിൽ ഒരു അടയാളം വെക്കുകയാണ്, കബർ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു അടയാളം വെക്കുകയാ. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി, രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് ഞാൻ അടയാളം വെച്ച കബറിന്റെ ചാരത്ത് വരികയാ. ആ അടയാളം വെച്ച കബറിന്റെ ചാരത്ത് വന്നിട്ട് മണ്ണ് വെട്ടി മാറ്റുകയാ, പലകയെടുത്ത് മാറ്റുകയാ. കബറിനകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ, അത് ഞാൻ അടിച്ചെടുക്കും നബിയേ. ഞാൻ കള്ളനാണ് നബിയേ, കഫം തുണി മൂട്ടിക്കുന്ന കള്ളനാണ് നബിയേ. മണ്ണിട്ട് മൂടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുപോയി വിൽക്കുന്നവനാണ് നബിയേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തുകൾ നഗ്നരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹു നിനക്ക് പുറത്തു തരും മോനെ, അല്ലാഹു നിനക്ക് പുറത്തു തരും മോനെ. അവിടെന്ന് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. പക്ഷേ ചെറുപ്പക്കാരൻ പിന്നെയും നിന്ന് കരയുകയാ, തലയുടെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്നുണ്ട്, വല്ലാതെ കരയുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, മോനെ നീ എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെക്കാളും വലിയ ഒരു പാപി ഈ ലോകത്തില്ല നബിയേ, എന്നെക്കാളും വലിയ ഒരു ദ്രോഹിയില്ല നബിയേ. അല്ലാഹ് ആർക്ക് പുറത്തു കൊടുത്താൽ എനിക്ക് പുറത്തു തരില്ല നബിയേ, ഞാൻ അത്രയും വലിയ പാപം ചെയ്തവനാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മോനെ നീ അത്ര വലിയ എന്തോ പാപമാ ചെയ്തത്? ഏറ്റവും വലിയ പാപം എന്താണ്? ആ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ നാട്ടിലൊരു സ്വാലിഹത്തായ ഒരു ചെറുപ്പക്കാരിയായ പെണ്ണു മരിച്ചു നബിയേ. ഏതു മനുഷ്യനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന പെണ്ണാട്. അവളുടെയും മയ്യത്ത് കുളിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, കബറിനകത്ത് കൊണ്ടുവച്ചു, അടയാളം വെച്ചു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. പാതിരാത്രി ആയപ്പോ അടയാളം വെച്ച കബറിന്റെ ചാരത്ത് ചെന്ന് ആ പെണ്ണിന്റെ കബറിനകത്തിറങ്ങിയിട്ട് കഫം തുണികൾ അടിച്ചെടുത്ത് ഞാൻ മണ്ണിട്ട് മൂടിയിട്ട് നടന്നു പോവുകയാ. മീസാങ്കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ യാ റസൂലല്ലാഹ്, ഒരു നൂൽബന്ധം പോലുമില്ലാതെ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് അവളുടെ ശരീരം ഓർമ്മ വന്നു നബിയേ. ഓടുകയാ, രണ്ടാമതും ഖബറിന്റെ ചാരത്ത് ചെന്നു മണ്ണ് വാരുകയാണ്, മണ്ണ് മാറ്റുകയാണ്, പലകയെടുത്തു മാറ്റുകയാണ്, ഖബറിനകത്തിറങ്ങുകയാ. മാദല്ലാഹ്, ആ ഖബറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരം കണ്ടപ്പോ
ഞാൻ കേറി പിടിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുമ്പോ ഉമർ തങ്ങൾ ബോധം കെട്ട് വീഴുകയാ. ഉമർ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകാലുകൾ തളർന്നു പോയി. ലോകത്തിന്റെ നേതാവിന്റെ കണ്ടടങ്ങൾ നിറഞ്ഞ താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകുകയാ. പടച്ചവരെ, മയ്യത്തിനെ വ്യഭിചരിച്ച ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഹല്ലി മിനത് തൗബ, അല്ലാഹു എനിക്ക് പുറത്തു തരുമോ? തനിക്ക് ബോധം വരുമ്പോ പൊട്ടിക്കരാ, അല്ലാഹ് ഇവന് പുറത്തു കൊടുക്കുമോ നബിയേ? അല്ലാഹ് ഇവന് പുറത്തു കൊടുക്കുമോ നബിയേ? മയ്യത്തിനെ പോലും വെറുതെ വിടാത്തവനാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ഉമറേ, ഇവനെക്കാളും വൃത്തികെട്ടവരുണ്ട് ഉമറേ, ഇവനെക്കാളും പാപം ചെയ്യുന്നവരുണ്ട് ഉമറേ. ആരാ റസൂലല്ലാഹ്? അതും മറ്റുള്ളവന്റെ പരദൂഷണം പറയുന്നവര്, മറ്റുള്ളവരുടെ ഇറച്ചി തിന്നുന്നവര്, മറ്റുള്ളവന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്. ഹജറുൽ അസ്വദ് മുത്തിയിട്ട് കാര്യമില്ല, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കാര്യമില്ല. ഞാൻ മോഷണം നടത്തി, അല്ലാഹു കാക്കട്ടെ, ഞാൻ മോഷണം നടത്തി, നിങ്ങൾ അറിഞ്ഞു, ഞാൻ പശ്ചാത്തപിച്ചു, അല്ലാഹ് എനിക്ക് പുറത്തു തന്നു. പിന്നെ നീ എന്നെ കള്ളാന്ന് വിളിച്ച നിന്നെയും നാട്ടുകാർ വിളിക്കൂടാ മരിക്കുന്നതിന് മുമ്പ്. ഇതാണ് ശിക്ഷ, ദുനിയാവി വെച്ച് കിട്ടും. ഓർത്തു വെച്ചോ. എന്റെ പെണ്ണുങ്ങളെയൊക്കെ വ്യഭിചാരിയെന്നും മറ്റുള്ളവളെന്നും വിളിച്ചില്ലേ, നിന്നെയും വിളിക്കും പെങ്ങളെ ഒരു ദിവസം. നീ മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം നിന്നെയും നാട്ടുകാർ വിളിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതിന്റെ വേദന നീ അറിയും, സൂക്ഷിച്ചോ. അതിന്റെ വേദന ചരിത്രം വരെയുണ്ട്. ഒരു മനുഷ്യൻ ഉസ്താദിനോട് വലിയ അറിയപ്പെടുന്ന ഒരു മഹാനുണ്ടായിരുന്നു. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദെ, നിങ്ങൾ ഇത്രയും ഫക്കീറായി പോയതെങ്ങനാ? ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്ന ആളല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും തരം താഴ്ന്നു പോയത്? പാവപ്പെട്ടവനെന്ന് പറഞ്ഞ ദരിദ്രം ഫക്കീറായി പോയി, നിങ്ങൾ എന്താ ഇങ്ങനെ ആകാൻ? ശിഷ്യൻ ചോദിച്ചു. മഹാനവറുകളുടെ പേര് ഞാൻ മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ല. മഹാന് ഇല്ലേ, അറിയുന്ന പണ്ഡിതനാ. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദ് എന്താ ഇങ്ങനെ ഇത്രയും വലിയ ദാരിദ്ര്യം ഉസ്താദിന് വരാൻ കാരണമെന്താ? ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു, മോനെ, 40 വർഷം മുമ്പ് എൻ്റെ മുന്നിൽ ഒരു പാവപ്പെട്ടവൻ വന്നു. ഞാൻ ചെറുപ്പക്കാരനായിരിക്കുമ്പോ 40 കൊല്ലം മുമ്പ് എൻ്റെ മുന്നിൽ ഒരു പാവപ്പെട്ടവൻ വന്നു. എടാ ഫക്കീറെ എന്ന് ഞാൻ വിളിച്ചവനെ കളിയാക്കി. എടാ ഫക്കീറെ എന്ന് ഞാൻ വിളിച്ചവനെ കളിയാക്കി. അവന്റെ മനസ്സു വേദനിച്ചു. അല്ലാഹു എന്നെയും അങ്ങനെ തന്നെയാക്കി 40 കൊല്ലം കഴിഞ്ഞപ്പോ. ഓർത്തുവെച്ചോ, മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നവരെ നിന്റെയും മനസ്സു മരിക്കുന്നതിന് മുമ്പ് വേദനിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവനും ഭാര്യയും മക്കളുള്ളതുപോലെ നിനക്കും ഭാര്യയും മക്കളുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നബിതങ്ങൾ പറയുകയാ, ദുൽ വജ്ഹൈൻ, 2 മുഖമുള്ളവൻ നാക്ക് 2ആയി വലിച്ചു കീറും. നരകത്തിന്റെ തീയാലുള്ള നാക്ക് മുഖം മുഴുവനും പുഴുത്തു നാറി അവൻ നാളെ പരലോകത്ത് വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന എത്ര നാളാണെന്നറിയില്ല, എപ്പോഴാണ് നമ്മുടെയൊക്കെ അവസാനമെന്നറിയില്ല. ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്ത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരാൾ ഏറ്റവും വലിയ വിജയിയാകുന്നത് എപ്പോഴെന്നറിയോ? ഒരാളെടോ ജീവിച്ചിരിക്കുന്ന സമയത്ത് നീ വലിയ മഹാനാണെന്ന് പറയാൻ ആളെ കിട്ടും, നീ വലിയ മഹാനാണെന്ന് പറയാൻ ആളുണ്ടാകും. പക്ഷെ നീ മഹാനാകുന്നത് എപ്പോഴെന്നറിയോ? എടോ, നീ വിജയിക്കുന്നത് എപ്പോഴെന്നറിയോ? നിന്റെ മയ്യത്ത് വീടിനകത്ത് പുതച്ചു കിടത്തുന്ന ദിവസം 40 പേര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ നീ രക്ഷപ്പെട്ടു എന്ന് നബിയിനാ റസൂലുള്ളാഹി. റക്കപ്പറ നബിയിനാ റസൂലുള്ളാഹി. സിറാജ് വിജയിക്കുന്നത് എപ്പോഴെന്നറിയോ? ഇന്ന് വരുമ്പോൾ വലിയ പ്രഭാഷകൻ എന്നൊക്കെ പറയും. പക്ഷേ സിറാജ് വിജയിക്കുന്നത് എൻ്റെ മയ്യത്ത് കാണുന്ന 40 പേര് പറയണം അവൻ നല്ലവനായിരുന്നു എന്ന്. സിറാജ് നല്ലവനായിരുന്നു എന്ന് 40 പേര് നല്ലത് പറഞ്ഞാൽ ആരെങ്കിലും, നാട്ടുകാർ വേണമെന്നില്ല, എൻ്റെ മയ്യത്ത് കേൾക്കുന്ന 40 പേര് ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. പെങ്ങളെ, നീ അറിയാൻ നിന്നോട് ഞാനൊരു ഉപദേശം തരാം.
എടോ, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ, ഒരാള് മരിക്കുമ്പോൾ അവന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള 4 വീട്ടുകാർ, മനസ്സിലാക്കേണ്ടത് അവിടെയാ. ഒരാൾ, ഈ പെണ്ണുങ്ങൾ മരിക്കുമ്പോ ഈ പെണ്ണിന്റെ വീടിന്റെ പരിസരത്തുള്ള 4 വീട്ടുകാർ, ഇവള് നല്ലവളാണെന്ന് പറഞ്ഞാൽ അവള് സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര പേര് പറഞ്ഞാ മതി? നീ മരിക്കുമ്പോ നിന്റെ വീടിന്റെ ഭാഗത്തുള്ള 40 വീട് അയൽവാസിയല്ലേ, നിന്റെ വീടിന്റെ ചാരത്തുള്ള 4 വീട്ടുകാര് നീ നല്ലവനെന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. പറയുവോ? ചിന്തിച്ചു നോക്കൂ, പറയുവോ? നീ പോയതോർത്തിട്ട് അവര് സന്തോഷിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ മനസ്സിലാക്കേണ്ടത്, ഇതാണ് മനസ്സിലാക്കേണ്ടത്. പരസ്പരം തമ്മിലടിച്ച് ജീവിക്കുന്ന ഞാനും നിങ്ങളും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നെന്നറിയില്ല, ഏത് രീതിയിലാ മരണം എന്നറിയില്ല. എപ്പോൾ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.